നമസ്കാരം. ഇനി ഒരിക്കൽ കൂടി ഭരണം തങ്ങൾക്ക് കിട്ടില്ല എന്ന് ബോധ്യമായതുപോലെയാണ് പിണറായി മന്ത്രിസഭയിലെ അംഗമായ ശിവൻകുട്ടിയുടെ വാക്കുകളിൽ നിന്ന് ബോധ്യമാകുന്നത്. മന്ത്രി ശിവൻകുട്ടിയോട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസിന്റെ കസ്റ്റഡി പീഡനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ 8 മാസം കഴിയട്ടെ, അപ്പോൾ മറുപടി ഇതിനെല്ലാം നൽകാം എന്ന് വരികൾക്കിടയിൽ, അതായത് വാക്കുകൾക്കിടയിൽ എന്തൊക്കെയോ ഒളിപ്പിക്കുന്ന രീതിയിലാണ് ശിവൻകുട്ടി മറുപടി നൽകിയത്. അതിന്റെ അർത്ഥം ഇനി 8 മാസം കഴിയുമ്പോൾ ഈ പറയുന്ന പോലീസ് മർദ്ദനത്തിന്റെ കഥകൾ പ്രതിപക്ഷത്ത് നിന്ന് തങ്ങൾക്ക് സമരം ചെയ്യേണ്ട കാര്യങ്ങളായി തീരും എന്നതിലേക്കാണോ എന്ന് പൊതുസമൂഹം സംശയിക്കുന്നു. ശിവൻകുട്ടി അങ്ങനെ പറയുമ്പോൾ CPM-ന്റെ പിണറായി വിജയന്റെ രണ്ടാമത് സർക്കാർ പോലീസിനെ തങ്ങളുടെ നിയന്ത്രണ രേഖയ്ക്കുള്ളിൽ നിർത്താൻ കഴിയാതെ പരാജയപ്പെട്ടതിന്റെ നിരവധി പോലീസ് പീഡന, അതായത് കസ്റ്റഡി മർദ്ദന കഥകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വരിവരിയായി. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പാർട്ടിയിലെ അംഗങ്ങൾ ആയിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന കേസുകൾക്കും വഴക്കുകൾക്കും ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയോ അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ പറയുന്നതിന് പോലീസ് വില കൊടുക്കേണ്ട കാര്യമില്ല. കുറച്ചുകൂടി ഉയർന്ന തസ്തികയിലുള്ള, അതായത് ജില്ലാ കമ്മിറ്റിയിലെ അംഗങ്ങളോ മറ്റോ ഇടപെട്ടാൽ മാത്രമേ അതിന് എന്തെങ്കിലും ഒരു ഉപാധി ഉണ്ടാക്കിയാൽ മതി, സൊല്യൂഷൻ ഉണ്ടാക്കിയാൽ മതി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പാർട്ടി ഭരണത്തിലിരിക്കുമ്പോൾ തങ്ങൾക്ക് ആദ്യ ഭരണകാലത്തും നീതി കിട്ടിയില്ല. രണ്ടാമത് ഒരിക്കൽ കൂടി പിണറായി വിജയൻ സർക്കാർ ഭരണത്തിലേറുമ്പോൾ ആ പതിവ് പല്ലവി തന്നെയായിരുന്നു പോലീസ് സ്റ്റേഷനുകളിൽ CPM-കാർക്ക് നേരിടേണ്ടി വന്നത് എന്നും നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു. പാർട്ടിക്കുള്ളിൽ അതിന്റെ ഫലമായി വളരെ വലിയ അമർഷമാണ് പിണറായിയുടെ പോലീസിനെതിരെ ഉണ്ടായിരുന്നത്. നിരവധി പോലീസ് കേസുകൾ ഉണ്ടാകുമ്പോൾ കാലാകാലങ്ങളിൽ കോൺഗ്രസ് ആണ് ഭരണത്തിൽ ഇരിക്കുമ്പോഴാണെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് പോലീസിനോട് സംസാരിച്ച് അത്തരം കേസുകളിൽ ഒത്തുതീർപ്പ് ഉണ്ടാക്കാറുണ്ട്. എന്നാൽ CPM-നെ സംബന്ധിച്ച് അത്തരത്തിൽ ഒരു നീക്കത്തിനും തയ്യാറായിട്ടില്ല. പാർട്ടി അണികൾക്കും പാർട്ടി അംഗങ്ങൾക്കും ഒരു തരത്തിലുള്ള നീതിയും കേരളത്തിലുടനീളം പല പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന വാർത്തകളും ഇപ്പോൾ ഓരോന്നായി പുറത്തു വരുന്നുണ്ട്. അതെല്ലാം തന്നെ പിണറായി സർക്കാരിന്റെ അവസാന നാളുകളിൽ പിണറായി സർക്കാരിന് ഉണ്ടാകാൻ പോകുന്ന അവമതിപ്പ് ചില്ലറയല്ല. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം ശിവൻകുട്ടിയുടെ പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പോലീസ് മർദ്ദന പീഡന കഥകൾ ഓരോന്നായി പുറത്തു വരുന്തോറും മുഖ്യമന്ത്രി ഒരക്ഷരം പോലും ഉരിയാടാതിരിക്കുമ്പോഴും CPM-നെ സംബന്ധിച്ച് വളരെ വല്ലാത്ത പ്രതിരോധമാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ശിവൻകുട്ടിയുടെ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് CPM-കാർക്ക് പോലും പിണറായി വിജയന്റെ പോലീസിൽ നിന്ന് ഒത്തിരി തിക്താനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്ന സ്ഥിതിക്ക് ഇനി ഒരു ഭരണം CPM-ന് ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ പാർട്ടിക്കാർക്ക് പോലും യാതൊരു വിശ്വാസവുമില്ല എന്നത് ആണ് ഇതിൽ നിന്ന് വായിക്കാൻ നമുക്ക് പൊതുസമൂഹത്തിന് കഴിയുന്നത്.